അഡ്വക്കേറ്റ് ടി ബി മിനി, ഈ കേസിന് തുടക്കം മുതൽ നീതിക്ക് വേണ്ടി ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ കൂടി പറയുകയാണ്. സുപ്രീം കോടതി നിങ്ങളൊക്കെ ഉയർത്തിയ അതേ കൺസേൺ സുപ്രീം കോടതി കൂടി ചോദിക്കുകയാണ്. വാട്ട് കൈൻഡ് ഓഫ് ദിസ് എന്നാണ് ചോദിക്കുന്നത്. ഹൗ ലോങ് വി ക്യാൻ കണ്ടിന്യൂ ലൈക്ക് ദിസ് എന്നാണ് ചോദിക്കുന്നത് ജസ്റ്റിസ്. അല്ല അതാണ് അതിലൊരു കേവലമായിട്ടുള്ള റേപ്പ് കേസോ കേവലമായിട്ടുള്ള ഒരു ഡെത്ത് കേസോ ഒന്നും പോലെ മർഡറോ പോലെ കോടതിനെ കാണേണ്ടതിലൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ അതിജീവിതയെ സംബന്ധിച്ചുണ്ട്. കാരണം നമ്മളുടെ ലൈഫിന് തന്നെ ത്രെട്ടായിട്ട് മാറുന്ന ഒരു വിഷയം അയാളുടെ കയ്യിലിരിപ്പുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടുള്ള ഈ ഫോൺ, അതായത് ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നമ്മൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് അയാൾ പണ്ട് അതിന് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനായിരുന്നു ആൾ ഈ കൃത്യം ചെയ്തതെന്ന് വ്യക്തമാണ്. അപ്പൊ അത് ഇപ്പോഴും ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് കോടതി പരിഗണിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് നിരാശാജനകമാണ്. കാരണം ഒരു പ്രതിയുടെ മാത്രം കേവലം അവകാശം സ്വാഭാവികമായി കോടതി ആലോചിക്കാം. കാരണം ഇൻവെസ്റ്റിഗേഷൻ പൂർത്തീകരിച്ചു, ചാർജ് ചെയ്തു, ട്രയലും കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിന്റെ 330 പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അയ്യോനടക്കം വിസ്തരിച്ചിരിക്കും എന്ന് കോടതി കരുതാം. പക്ഷെ കരുതുമ്പോഴും ഈ മറ്റെല്ലാ കേസുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ആസ്പെക്ട് ഇതിലുണ്ട്. അത് കോടതി പരിഗണിച്ചില്ല എന്ന് പറയുന്നത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് ടി ബി വിനയ് പ്രതികരിച്ചത്.